കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. അമ്പലപ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ച രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി അമ്പലപ്പുഴ മാറുകയാണ്. എന്തായാലും അമ്പലപ്പുഴയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥി സഖാവ് എച്ച് സലാം ഇപ്പോൾ അമൃത വാർത്തകളൊപ്പം ചേരുന്നുണ്ട്. സലാമൊക്കെ എങ്ങനെയാണ് ഒരു വിജയപ്രതീക്ഷ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്? ഞങ്ങളിപ്പോൾ ഇന്നാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ശേഷം ഇന്നിപ്പോൾ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. പ്രചരണം ആരംഭിക്കാൻ ഇടതുപക്ഷ മുന്നണി തീരുമാനിച്ചത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകുന്ന ചടങ്ങ് അവർക്ക് ഭക്ഷണപ്പൊതി കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യണമെന്നാണ് ഞങ്ങൾ ആലോചിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയത്. എന്നെ സംബന്ധിച്ച് 2017 മുതൽ DYFI എല്ലാ ദിവസവും വിപുലമായി ഇങ്ങനെ കൊടുക്കുന്ന ഈ പദ്ധതി നടന്നു വരുന്നു. അതിനേക്കാൾ ഒരു 7 മാസം മുമ്പ് ഞാനന്ന് CPIഎമ്മിൻ്റെ ഏരിയ സെക്രട്ടറിയായിട്ട് പോകുന്ന സമയമാണ്. അന്ന് അമ്പലപ്പുഴ DYFI ഇതിൻ്റെ ഒരു ചെറിയ മാതൃക ആലോചിച്ചു. എല്ലാ ഞായറാഴ്ചയും ഒരു കുറച്ചെണ്ണം പൊതി ഇതുപോലെ ശേഖരിച്ച് കൊടുക്കാൻ ആലോചിച്ചു. വളരെ ചെറിയ നമ്പറാണ് അന്ന് കൊടുത്തത്. അങ്ങനെയുള്ളൊരു പദ്ധതി, അതിലാദ്യത്തെ പൊതി നൽകിയത് ഞാനാണ്. അന്ന് ഏരിയ സെക്രട്ടറി നിലയ്ക്ക് എന്നെയാണ് അവർ ക്ഷണിച്ചിട്ട് അത് ചെയ്തത്. അന്ന് തുടങ്ങിയ ആ പൊതിയിൽ നിന്ന് ഇന്ന് 3000 4000 പൊതി ഉൾപ്പെടെ നമ്മുടെ DYFI സഖാക്കൾ ശേഖരിച്ചു കൊണ്ടുവന്ന് മുടങ്ങാതെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു പ്രധാനപ്പെട്ട ഇത്തിരി പുണ്യമായ ഒരു കർമ്മം നിർവഹിച്ചുകൊണ്ട് ഈ തവണത്തെ ഇലക്ഷൻ പ്രചരണം ആരംഭിക്കണമെന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഇന്ന് ചിങ്ങോലി മേഖലാ കമ്മിറ്റിയാണ് ഭക്ഷണം കൊണ്ടുവന്നത്. അവരാവശ്യത്തിന് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോൾ വിതരണം ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ജി സുധാകരന് കോൺഗ്രസ് പിന്തുണ നൽകുമെന്നാണ് അറിയുന്നത്. എൻ്റെ ആദ്യ പ്രതികരണത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു വലിയ നാടകത്തിൻ്റെ ഒരു രംഗം മാത്രമേ അന്ന് ഉണ്ടായിട്ടുള്ളൂ. ഇനി UDFൻ്റെ രംഗം വരാൻ പോകുന്നുണ്ട്, BJP രംഗം വരാൻ പോകുന്നുണ്ട് ഞാൻ പറഞ്ഞിരുന്നു. അന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ രംഗം വാർത്തയിൽ കാണുന്ന കാര്യം. അതിൽ ഒരു അത്ഭുതമൊന്നും ഇപ്പോൾ അതിന് വകയില്ല ഇപ്പോൾ. കാരണം അങ്ങനെ ഒരു ഡ്രാമ തയ്യാറാക്കപ്പെട്ട് വന്നത് തന്നെയാണെന്ന് പൊതുവെ ജനങ്ങൾക്കെല്ലാം ബോധ്യമാകുന്നൊരു കാര്യമാണ്. ജി ഭുവനേശ്വരനെ കൊലപ്പെടുത്തിയത് നായർ ഗുണ്ടകളാണെന്ന് അവസാനം പറഞ്ഞത്. കേസ് മാറിയിരുന്നു. ഇപ്പം അതേ സാമുദായിക നേതാക്കളെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. അത്തരം കാര്യങ്ങളൊന്നും ഞാൻ സ്വാഭാവികമായിട്ട് പ്രതികരിക്കേണ്ടെന്ന് പൊതുവെ ഞാൻ ആലോചിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വരുന്ന ദിവസങ്ങൾ എങ്ങനെയാണ്? എൻ്റെ ഷെഡ്യൂളായിട്ടുണ്ടോ? ഞങ്ങൾ കൃത്യമായ ഒരു ഇലക്ഷൻ പ്രചരണം ഇന്നലെ ഇപ്പോൾ പ്രഖ്യാപിച്ച് 1 മണിക്കൂറിനുള്ളിൽ അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ റോഡ് ഷോ ആരംഭിച്ചു. കണക്കിന് സഖാക്കളാണ് ഇരുചക്ര വാഹനത്തിലും മറ്റു വാഹനത്തിലുമായി അനുധാവനം ചെയ്തത്. അമ്പലപ്പുഴ എന്ന രാഷ്ട്രീയ പാരമ്പര്യമുള്ള നമ്മുടെ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം നന്നായി പ്രകടിപ്പിക്കുന്ന നിലയിലാണ് ഈ റോഡ് ഷോ തന്നെ നമുക്ക് ആദ്യമേ തുടക്കത്തിലെ ബോധ്യമായിട്ടുള്ള കാര്യം. 2000 കോടിയുടെ വികസന പദ്ധതികളിൽ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തി. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകാൻ സാധിക്കുമെന്നാണ് ഞങ്ങളതാണ് ഈ ഇലക്ഷൻ്റെ മുഖ്യമായി മുന്നോട്ട് വെക്കുന്ന കാര്യം. പിണറായി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളാണ്. അത് സംസ്ഥാനത്താകെ ഒരു കാലത്തുമില്ലാത്ത പോലെ വികസന മുന്നേറ്റമുണ്ടായി. അതിൻ്റെ ഭാഗമായി ഒട്ടും കുറയാതെ നമ്മുടെ മണ്ഡലത്തിലും വ്യത്യസ്തമായ മേഖലകളിൽ ധാരാളം വികസന പ്രവർത്തനം സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അതിനെയും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വീണ്ടും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരിക എന്ന കാര്യം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ആ രാഷ്ട്രീയം ഞങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ഞങ്ങളുടെ മത്സരം ഇടതുപക്ഷവും UDFും തമ്മിലുള്ള മത്സരമാണ്. ആ മത്സരത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ശരികൊണ്ട് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കാൻ കഴിയും. ശക്തമായ നിലയിൽ ഞങ്ങൾ വിജയിക്കുകയും ചെയ്യും. അതാണ് 2000 കോടിയുടെ വികസന പദ്ധതികളാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഈ മണ്ഡലത്തിൽ നടന്നത്. ആ വികസന തുടർച്ച ഈ ഒരു തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ്